ഇടത് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നു എന്ന് CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റ്. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പിഴവുണ്ടായെന്നും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുപറഞ്ഞു. ബിഗ് ബ്രേക്കിംഗ് റിനു ശ്രീധര വാർത്തകൾ വിവരം. റിനു, ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുടനീളം ഓരോരുത്തരൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് അയ്യപ്പ സംഗമം നടത്തേണ്ടത് ഇടത് സർക്കാരല്ല, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് വേറെ രീതിയിൽ പുറത്തേക്ക് വരും. തളിപ്പറമ്പും കണ്ടു ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയ പ്രശ്നങ്ങളൊക്കെ ഇലക്ഷന് മുമ്പ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചവരാണ്, അന്നൊന്നും കേട്ടില്ല. റിപ്പോർട്ടിൽ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാണോ റിനു? തീർച്ചയായും ഹാഷ്മി, ക്രിസ്റ്റീന, എന്തായാലും ആഗോള അയ്യപ്പ സംഘം എന്നുള്ള പേരിൽ തന്നെ പിഴച്ചു എന്നുള്ളതാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു വിമർശനമായി ഉയർന്നത്. വികസനമായിരുന്നു ലക്ഷ്യമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേരുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയത്തിന് ഇടയാക്കി എന്നുള്ളൊരു ഒറ്റ വരി മാത്രമാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കരട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നത് വിമർശനമായിട്ട്. ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാരിന്റെ കാലത്ത് നടത്താൻ പാടുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നത്. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീണ്ടും വിചാരം വന്നിരിക്കുന്നു CPIMന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിട്ടുള്ള A. പത്മകുമാറിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംരക്ഷിച്ചത് ഒരു തരത്തിലും ശരിയായില്ല, നീതികേടായിപ്പോയി എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്കും കാരണമായി. ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായി ഉയർന്ന വന്നൊരു കാര്യം. ഒപ്പം സമുദായ നേതാക്കളുമായിട്ടുള്ള CPIMന്റെ ഇടപെടൽ ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് വിമർശനമായി ഉയർന്ന മറ്റൊരു കാര്യം. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സംഘടനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആ നേതാക്കളെ പ്രീതിപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സമിതിയിൽ വിമർശനമായി ഉയർന്ന് വന്നതൊപ്പം ചെറുപ്പക്കാരെയും സ്ത്രീകളെയും പരിഗണിക്കുന്നതിലെ വീഴ്ച പരിഹരിക്കണമെന്നുള്ളൊരു ആവശ്യവും പ്രധാനമായി സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കണ്ണൂർ ജില്ലയിലെ ഇടപെടലുമായി ഈ പാർട്ടി നേതാക്കളുടെ ഇടപെടലാണ്. അതിൽ ഒരു തെറ്റ് സംബന്ധിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ അടക്കം ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഏറ്റുപറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നതിൽ ന്യായീകരിക്കുന്ന ഒരു ഇടപെടലാണ് ഈ കണ്ണൂരിലെ നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. ആരോപണം ഉയർത്തിയ V. കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് ഈ കണ്ണൂരിലെ നേതാക്കൾ പറയുന്നത്. ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ ഏറ്റവും കൂടുതൽ കുഞ്ഞികൃഷ്ണന് ലഭിച്ചത് എന്നുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ അത് തെറ്റുതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാകും CPIMന് എന്നുള്ളതാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, റിനു ശ്രീധരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.